എൻ.എം. വിജയന്റെ കുടുംബത്തിന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരു നോട്ടീസിനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. എത്ര വലിയ പ്രതിസന്ധിയിലാണ് ആ കുടുംബം അകപ്പെട്ടു പോയിരിക്കുന്നത് എന്നത് വെളിവാക്കുന്ന ഒരു വാർത്തയാണ് ഇനി. 4,68,200 രൂപ സ്വർണ്ണ പണയത്തിൽ തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലത്തിന് വെക്കുമെന്നാണ് ആ നോട്ടീസ്. ചാക്കോ നൽകിയ കേസിലും എൻ.എം. വിജയനെതിരെ ചാക്കോ നൽകിയ ഒരു കേസ്. ചാക്കോ എന്ന ആൾ മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൊടുത്ത പണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്ന ചാക്കോയാണ്. അദ്ദേഹം എൻ.എം. വിജയന്റെ മകന്റെ പേരിലും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. കണ്ടില്ലെന്ന് നടിക്കുന്നു കോൺഗ്രസ് നേതൃത്വമെന്നും ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ IC ബാലകൃഷ്ണനാണ് ഉത്തരവാദിയെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. PV ജോഷില വാർത്തയിൽ വിശദമായ വിവരങ്ങൾ നൽകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ജോഷിലേക്ക് പോവുകയാണ്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. ജോഷില, ഈ വാർത്തകളിലായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സജീവമായ വാർത്തകൾ ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ട് വയനാടിന് എൻ.എം. വിജയനുമായി ബന്ധപ്പെട്ട്. എൻ.എം. വിജയന്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിനോട് ചെയ്യുന്ന അനീതിയാണ് എന്നതാണ്. 2.5 കോടിയിലധികം ബാധ്യത എൻ.എം. വിജയന്റെയും IC ബാലകൃഷ്ണന്റെയും പേരിൽ. IC ബാലകൃഷ്ണൻ കൂടി ഇടപെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻ.എം. വിജയൻ മാത്രം ആ ഭാരം പേറേണ്ടി വന്നു. ആ ഭാരത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നതാണ്. സ്വന്തം പേരിലെടുത്ത ലോണുകളുടെ പേരിൽ 2.5 കോടിയിലധികം ബാധ്യത ആ കുടുംബം ഇപ്പോൾ നേരിടുകയാണ്. ഇപ്പോൾ ഈ പുതിയ വന്നിരിക്കുന്ന വാർത്ത സ്വർണ്ണപ്പണയവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വർണം 4 ലക്ഷത്തിലധികം ബാധ്യതയുടെ പേരിൽ സ്വർണം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് ആ കുടുംബം എത്തുമ്പോൾ IC ബാലകൃഷ്ണനായിരിക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിന് ഉത്തരവാദി എന്ന് പറയുകയാണ്. ഈ പുതിയ നോട്ടീസ് എന്താണ്? ചാക്കോ കൊടുത്ത പരാതിയിൽ എങ്ങനെയാണ് മകന്റെ പേരിൽ നോട്ടീസ് വരുന്നത്? അന്ന, എൻ.എം. വിജയന്റെ കുടുംബം ഈ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 24-നാണ് എൻ.എം. വിജയൻ വിഷം കഴിക്കുന്നത്. എൻ.എം. വിജയനും മകനും വിഷം കഴിക്കുന്നത് 27-നാണ് മരിക്കുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെ അവർ പറയുന്നത് തങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും പരാതിപ്പെട്ടിട്ടും അന്ന് കോൺഗ്രസ് നേതൃത്വം ആകെ തന്നെ വീട്ടിലെത്തിയിരുന്നു. ആ വീട്ടിലെത്തിയ കോൺഗ്രസ് നേതൃത്വം പിന്നീട് വന്ന പ്രിയങ്ക ഗാന്ധി അടക്കം കോൺഗ്രസ് കൂടെയുണ്ടാകും എന്നായിരുന്നു കുടുംബത്തോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് വരെ പരാതിപ്പെട്ടിട്ടും പരാതികളൊന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ അവർ രംഗത്തെത്തിയത്. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി എത്തിയ എൻ.എം. വിജയന്റെ കുടുംബത്തെ തെരുവിൽ നിർത്തുകയാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ അനുവദിച്ചില്ല. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഓഫീസിനകത്ത് കയറ്റിയിരുത്തി. എന്നാൽ പ്രിയങ്ക ഗാന്ധി ആ ഒരു വഴിക്ക് പോലും വന്നില്ല. അവരെ കാണാതെ മടങ്ങിപ്പോയി എന്നുള്ള ദുഃഖം കൂടി അവർക്ക് ബാക്കിയാവുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. അവർ അയച്ചു തന്നതാണിത്. അതായത് അഹല്യ ഫിനാൻസുമായി ബന്ധപ്പെട്ട് എൻ.എം. വിജയൻ സ്വർണം പണയം വെച്ചിരുന്നു. ഈ സ്വർണ്ണ പണയത്തിന്മേൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. സ്വർണ്ണ പണയം വെച്ചത് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ 4,68,000 പരം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ആ സ്വർണം ലേലത്തിന് വെക്കും എന്നുള്ള നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെ അറിയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, എൻ.എം. വിജയൻ സഹകരണ ബാങ്കിലെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചാക്കോ എന്ന ആളുടെ മകന് ആ ഉദ്യോഗം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിച്ചിരുന്നു. ആ പണം ND അപ്പച്ചൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് നൽകിയത് എന്ന് എൻ.എം. വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. എന്നാൽ DCC നേതൃത്വം കൈവിടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പണം തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മകന് ജോലി ലഭിക്കാത്തതിനാൽ തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ചാക്കോ കേസ് കൊടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മകന്റെ പേരിൽ, എൻ.എം. വിജയന്റെ മൂത്ത മകൻ വിജേഷിന്റെ പേരിൽ നോട്ടീസ് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല എൻ.എം. വിജയൻ അന്ന് ഈടായി നൽകിയത് 10 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ ഈടായി നൽകിയിരുന്നത് തൻ്റെ കുടുംബ സ്വത്തും അതുപോലെ തന്നെ ബ്ലാങ്ക് ചെക്കുമായിരുന്നു. ആ ചെക്ക് അടക്കം ചാക്കോയ്ക്ക് നൽകേണ്ട അവസ്ഥ വന്നിരുന്നു. അതുപോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ കുടുംബ സ്വത്ത് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നില്ല. ചാക്കോയുടെ കേസ് ഇപ്പോൾ മകന്റെ പേരിലേക്ക്, ഇതൊന്നും അറിയാതെ ജീവിച്ച മൂത്ത മകൻ വിജേഷിന്റെ പേരിലേക്ക്, കേസുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പോലും
കൂടുതൽ ഇടപെടാത്ത ഒരാൾ, അയാൾ പുതിയ കേസുകളിലേക്ക് അച്ഛൻ പാർട്ടിക്ക് വേണ്ടി നൽകിയ സേവനത്തിന്റെ തുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ പീഡനങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് NM വിജയന്റെ മകൻ വിജേഷും കുടുംബവും മാറുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിലാണ് സങ്കടം. കൂടെ ഉണ്ടായിരുന്നവനെ കൈയൊഴിഞ്ഞ് കളഞ്ഞ അലംഭാവം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. എത്രയെത്ര കത്തുകൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് KPCC നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട് NM വിജയൻ. അപ്പോഴൊന്നും മറുപടി കൊടുത്തില്ല, അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല. NM വിജയന്റെ കത്തുകളിൽ IC ബാലകൃഷ്ണന്റെ പേരടക്കമുണ്ടായിരുന്നു, അപ്പോഴും ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല എന്നതാണ്. അതിനുശേഷം NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനം ഏറ്റവും പെട്ടെന്ന് ഈ കടബാധ്യത തീർക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മാധ്യമങ്ങളോട് ഈ മക്കൾ പറഞ്ഞത് T സിദ്ദിഖ് അടക്കമുള്ള നേതാക്കൾ ഫോൺ പോലും എടുക്കുന്നില്ല, ആകെ ഫോണെങ്കിലും എടുത്ത് മറുപടി പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമാണ് എന്നതാണ്. അപ്പോൾ അപ്പാടെ കൈയൊഴിഞ്ഞൊരു നിലപാട് കോൺഗ്രസ് എടുത്തെന്നാണല്ലോ. തീർച്ചയായും ഇപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. T സിദ്ദിഖ് MLA അടക്കം ഇത്തരത്തിൽ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം ഈ ഒരു പരാതിയായി പറഞ്ഞപ്പോൾ ഒരു സ്റ്റാഫിന്റെ നമ്പർ കൊടുത്തുകൊണ്ട് താൻ തിരക്കിലാകുന്നത് കൊണ്ടാണ് എടുക്കാത്തത് എന്ന് പറഞ്ഞത്. എന്നാൽ ആ സ്റ്റാഫ് പോലും ഫോൺ എടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവരെ ട്രീറ്റ് ചെയ്ത് തന്നെ കോൺഗ്രസ് നേതൃത്വം അവരെ പാടെ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ പണം അല്ലെങ്കിൽ കടബാധ്യത തീർത്താൽ കോൺഗ്രസ് നേതൃത്വത്തിലിരിക്കുന്ന ND അപ്പച്ചനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും അടക്കമുള്ളവർ തെറ്റ് ചെയ്തു എന്ന രീതിയിലേക്ക് വരുന്നത് പേടിച്ചാണോ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ചെയ്യുന്നത്? തങ്ങളെ പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച അച്ഛനെ ഇങ്ങനെയാണോ അവർ കണ്ടത്? ഇതുവരെ തങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയണം. കടബാധ്യത തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണോ എന്നുള്ള കാര്യം ജനങ്ങളോട് തുറന്നു പറയണം, അല്ലെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയണം. അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനകം തയ്യാറാകണം എന്നുള്ളതാണ്. കടബാധ്യത തീർക്കാൻ 10 ദിവസത്തിനകം തയ്യാറാകണം. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിലൊരു തീരുമാനമുണ്ടാകും. കോൺഗ്രസ് നേതൃത്വം ഈ കടബാധ്യത തീർക്കാൻ ഒരുക്കമല്ലെങ്കിൽ തങ്ങൾ എന്ത് വിറ്റുപെറുക്കിയും എന്ത് കുടുംബസ്വത്തായാലും എന്ത് കാര്യങ്ങളായാലും വിറ്റുകൊണ്ട് ഈ കടബാധ്യത തീർക്കും. പക്ഷേ മുന്നോട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് ദുഷ്കരമായിരിക്കും. ആ മുന്നോട്ടുള്ള ജീവിതത്തിനിടയിൽ ഞങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം IC ബാലകൃഷ്ണൻ MLAക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും ജോഷില, ഈ കടബാധ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് KPCC നേതൃത്വത്തിന് അയച്ച കത്ത് നമ്മൾ തന്നെയാണ്, കൈരളി ന്യൂസ് അനൂപാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് എതിരായ സംഗതികൾ ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണ പേരടക്കം പരാമർശിച്ചിട്ടും അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല, ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നില്ല എന്ന പ്രതിസന്ധി നേരിട്ട് കടബാധ്യതകളുടെ അങ്ങേയറ്റം എത്തിയപ്പോൾ മറ്റൊരു നിർവാഹവുമില്ലാതെയാണ് NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്. ആ കുടുംബത്തെയും ആ വഴിക്ക് തള്ളിവിടാനാണ് ഈ കൈയൊഴിയൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഉത്തരവാദി IC ബാലകൃഷ്ണൻ മാത്രമാണ് എന്ന് കുടുംബം ആരോപിക്കുന്നതും ആ ഘട്ടത്തിലാണ്. PV ജോഷിലെയാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.